ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. സങ്കീർത്തന പുസ്തകത്തിന്റെ 37-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ വചനം ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ആനന്ദിക്കണം കർത്താവിൽ. കർത്താവിൽ ആനന്ദം കണ്ടെത്തുന്നവരായിട്ട് മാറണം. നമുക്ക് എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റുക? കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ ജീവിതം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തിക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ 37-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഇവിടെ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവിൽ ശരണപ്പെടണം. നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം, കർത്താവിൽ നമ്മൾ പ്രത്യാശ വയ്ക്കണം, കർത്താവിൽ നമ്മുടെ ജീവിതം പരമേൽപ്പിക്കണം. സഹോദരങ്ങളെ, മത്തായി സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ തിരുവചനത്തിൽ ഈശോ വളരെ ശക്തമായിട്ട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്ന് വെച്ചാൽ എന്താ കർത്താവ് പറയുന്നത്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾ മനുഷ്യരായി ജീവിക്കുമ്പോൾ, കുടുംബ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ, ഏത് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെതായ ഭാരങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, അതിൻ്റെതായ ദുരിതങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് പറയാണ്, ഭാരമില്ലാത്തൊരു ജീവിതമില്ല, കഷ്ടപ്പാടില്ലാത്തൊരു ജീവിതമില്ല, സഹനമില്ലാത്തൊരു ജീവിതമില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ കർത്താവിൽ സമർപ്പിക്കണം, കർത്താവിൽ നമ്മൾ പരമേൽപ്പിക്കണം. നമ്മുടെ രോഗങ്ങള്, നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ സഹനങ്ങള്, നമ്മുടെ കടബാധ്യത, നമ്മളുടെ പ്രതിസന്ധി അനുഭവിക്കുന്ന മേഖല കർത്താവിൽ പരമേൽപ്പിക്കാൻ നമ്മൾ പഠിച്ചാൽ, കർത്താവിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിച്ചാൽ, കർത്താവിൽ ജീവിതം എല്ലാ മേഖല ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നയിക്കാൻ നമ്മൾ പഠിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ വിജയകരമായിട്ട് മാറും. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ആനന്ദദായകമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തു വന്നാലും എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്, എൻ്റെ കർത്താവിനെ എന്നെ രക്ഷിക്കാൻ പറ്റും, എൻ്റെ കർത്താവിനെ വിട്ടുവിപ്പിക്കാൻ പറ്റും, എൻ്റെ കർത്താവിനെ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് വിമോചിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരവസ്ഥയാണ് കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് വിലയെടുക്കും. അവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരും. എന്തൊക്കെയാണോ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിൻ്റെ മേൽ കർത്താവ് ഇടപെട്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക, ഈ ലോകത്തിൽ നീ കുടുങ്ങി പോകരുത്, ഈ ലോകത്തിന്റെ അവസ്ഥയിൽ നീ ആശ്രയം വെക്കരുത്, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയം വെക്കരുത്, എന്നിൽ ആശ്രയിക്കുക, എന്നിൽ ശരണപ്പെടുക. എന്ത് വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ വിടില്ല, എന്ത് വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കില്ല. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൽ പരമേൽപ്പിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷിക്കാനേ പറ്റുള്ളൂ. കർത്താവിന് സന്തോഷിക്കാൻ പറ്റും, എന്ത് വന്നാലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും, ആനന്ദിക്കാൻ പറ്റും. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ സന്തോഷകരമായിട്ട് മാറും. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിന്റെ അത്ഭുത നാമം, നിന്റെ അതിശയ നാമം കർത്താവേ, യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ജീവിതത്തിൽ കർത്താവേ, സഹനങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, കടബാധ്യതകൾ വരുമ്പോൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ തകർന്നു പോയി, ഓ ദൈവമേ എല്ലാം തീർന്നു പോയി എന്നുള്ള അവസ്ഥയിൽ ജീവിതം തകർക്കപ്പെട്ടിരിക്കുന്ന ഓരോ മകന്റെ മകളുടെ മേൽ നിന്റെ കര നീട്ടണമേ, നിന്റെ ശക്തി പ്രകടമാക്കണമേ. അപ്രകാരമുള്ള എല്ലാ ഭാരങ്ങളും പീഡകളും നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പൗരോഹിത്യത്തിന്റെ അധികാരം വീട്ടുമാറി പോകട്ടെ, വീട്ടൊടിഞ്ഞു പോകട്ടെ, വീട്ടുവപ്പിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയണിയൻ കൃപമതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, ദേശത്തെ
കർത്താവേ. ഇടപെടട്ടെ കർത്താവേ. ഇപ്പോൾ അനുഗ്രഹമാകട്ടെ കർത്താവേ. കുടുംബവും ഭവനവും സമൂഹം അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.